നമസ്കാരം. മച്ചാന്റെ മാലാക തിയേറ്ററിലല്ല പ്രൈമിലാണ് കണ്ടത്. ബോമൻ സാമുവൽ സംവിധാനം ചെയ്ത് സൗബിൻ ഷാഹിർ, നമിത പ്രമോദ്, ദിലീഷ് പോത്തൻ, മനോജ് കെ യു, ശാന്തികൃഷ്ണൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്നുള്ളത് സീരിയൽ ഓഡിയൻസിനെ ലക്ഷ്യം വെച്ച് എഴുതിയതാണെന്നുള്ളതാണ്. മച്ചാന്റെ മാലാക എന്നാണ് സിനിമയുടെ പേരെങ്കിലും മച്ചാനെയും മാലാഖയും കാണാൻ കാത്തിരുന്ന് ഒടുവിൽ സിനിമ അവസാനിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രണ്ട് കഥാപാത്രങ്ങളെ, അവരുടെ ചുറ്റുപാടുകളെ, സാഹചര്യങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്നു. പിന്നെ തുടങ്ങിയ സ്ഥിതിക്ക് എവിടെയെങ്കിലും എത്തിക്കണ്ടേ എന്നതുപോലെയാണ് സിനിമയുടെ ഒരു പോക്ക് എന്നുള്ളത്. ഒരു സംഭവം വന്നു കഴിയുമ്പോൾ തോന്നും ഓക്കെ, പ്രധാന സംഭവത്തിലെത്തി, എങ്കിൽ ഇതായിരിക്കും പറയാൻ പോകുന്നത്. എവിടെ അത് കഴിഞ്ഞ് അടുത്തതിലേക്ക്. ഇതിൻ്റെ ഇടയിൽ കാര്യങ്ങളൊന്ന് തുറന്നു പറഞ്ഞാൽ അപ്പോൾ തന്നെ പടം നിർത്താലോ എന്ന് ഇടയ്ക്ക് തോന്നിയാലും കഥാപാത്രങ്ങൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ നമ്മൾ സിനിമയ്ക്കകത്തല്ലല്ലോ എന്നറിയുമ്പോൾ ബാക്കി കൂടെ കണ്ടു തീർക്കാമെന്ന് മാത്രം. KSRTC കണ്ടക്ടറായ സജീവനാണ് നായക കഥാപാത്രം. പെങ്ങളുടെയും അളിയൻ്റെയും കൂടെയാണ് താമസിക്കുന്നത്. ഒരു പ്രണയമൊക്കെ ഉണ്ട്, പക്ഷേ വൈകാതെ അതങ്ങ് തേഞ്ഞു പോകുന്നു. ഉടനെ നായിക വരുന്നു. അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നു. സജീവന്റെ വിവാഹവും നടക്കുന്നു. തുടർ സംഭവങ്ങളൊക്കെയാണ് ചിത്രം പ്രധാനമായിട്ടും പറയുന്നത്. സീരിയൽ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താനുള്ള എല്ലാം പിന്നീട് ഓരോ ഘട്ടത്തിലും ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോ കഥാപാത്രത്തിലൂടെയും ഏറിയും കുറഞ്ഞും വരുന്നു എന്ന് മാത്രം. സൗബിനൊരു മോശം നടനാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത കിടിലൻ കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. മറ്റൊരു സൈഡിൽ കഥാപാത്രത്തെയും സിനിമയെയും ഒരു തരത്തിലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തതുമുണ്ട്. സജീവൻ മൊത്തത്തിൽ മിസ്ഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കഥാപാത്രത്തിൻ്റെ ഒരു മാനസിക അവസ്ഥ പോലും പലപ്പോഴും കൺവേ ചെയ്യാൻ സൗബിന് സാധിച്ചിട്ടില്ല. നായിക കഥാപാത്രമായി എത്തിയിരിക്കുന്നത് നമിത പ്രമോദാണ്. സത്യം പറഞ്ഞാൽ അവസാനം വരെ ആയിട്ടും ഈ കഥാപാത്രത്തെ എനിക്ക് പിടുത്തം കിട്ടിയതേയില്ല. കണ്ടു കഴിഞ്ഞ് സമയം മെനക്കെടുത്തി അതിൻ്റെ പിറകെ പോകാനും നിന്നില്ല. ഒരു വലിയ മിസ്റ്ററിയായി ആ കഥാപാത്രം അവസാനിക്കുന്നു. അതിലേക്ക് നമിത പ്രമോദ് വിജയിക്കുന്നുമുണ്ട്. ചില സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ ഒരു സ്റ്റഡിയൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയതാണ്. അതുമില്ല. നമിത പ്രമോദിൻ്റെ പല എക്സ്പ്രഷൻസും കണ്ടു കഴിയുമ്പോൾ ശരിക്കും എന്താണാവോ ഉദ്ദേശിക്കുന്നത് എന്നൊരു സംശയം കൂടി എനിക്കുണ്ടായിരുന്നു. അളിയൻ കഥാപാത്രമായി എത്തിയ ദിലീഷ് പോത്തൻ കുഴപ്പമില്ല എന്ന് തോന്നി. അച്ഛൻ കഥാപാത്രമായിരുന്നത് മനോജ് കെ യു ആണ്. വർഷങ്ങളോളം പട്ടാളത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ പോത്തിനെ വളർത്താൻ പോയതല്ല എന്നുകൂടെ പറയുന്നുണ്ട്. പക്ഷേ വിശ്വസിക്കാൻ പ്രയാസമാണ്. മര്യാദക്കൊരു കാര്യം പോലും പറയാൻ പറ്റാത്തൊരു കഥാപാത്രം. പിന്നെ അയ്യോ പാവൽ ലുക്കും. ശാന്തികൃഷ്ണ ഒരു വെറുപ്പിക്കൽ കഥാപാത്രമാണ്. സിനിമയിലെ കഥാപാത്രങ്ങളെയും വെറുപ്പിക്കുന്നുണ്ട്, കാണുന്ന പ്രേക്ഷകരെയും വെറുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ വിജയിച്ചു എന്ന് പറയാം. ധ്യാൻ ശ്രീനിവാസനുണ്ട് ഒരു വക്കീൽ കഥാപാത്രമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്വാസമായിരുന്നു. ഗംഭീരമൊന്നുമല്ല, ഇടയ്ക്കെങ്കിലും ഒന്ന് കണ്ടിരിക്കാം എന്ന അവസ്ഥയെങ്കിലും ഉണ്ടല്ലോ എന്ന് മാത്രം. മൊത്തത്തിൽ ക്യാരക്ടർ ആർക്ക് എന്ന രീതിയിൽ നോക്കിയാൽ ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെക്കുറിച്ചും നന്നായി പഠിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ ഒരു പിടുത്തവും കിട്ടാത്ത കഥാപാത്രങ്ങൾ. സാധാരണ ബസ്സിലൊക്കെ ആൾക്കാർ കയറിയാൽ സീറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കുമല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നായികയ്ക്ക് വേണ്ടി ഫ്രണ്ടിലെ സീറ്റ് ഒഴിച്ചു തന്നെ വിടും. പിന്നെ കോമഡിക്കായി കാണിക്കുന്ന കോപ്രായങ്ങൾ വേറെ വഴിക്ക്. പോത്തിന് പിടിക്കാൻ പോകുന്നു, വീഴുന്നു, ചെളിയാവുന്നു. ചിരിക്കണോ ചളിവാരി എറിയണോ എന്നുള്ളത് കാണുന്നവരുടെ അവസ്ഥ. പിന്നെ ഓരോ സംഭവങ്ങളെ ട്രീറ്റ് ചെയ്യുമ്പോഴും ബ്ലണ്ടറുകളുടെ ഒരു ഘോഷയാത്രയാണ്. കോടതി മുറികളിലേക്ക് വരുമ്പോഴും എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മുടെ മനസ്സ് പറയുന്നു എന്ന് മാത്രം. അതുവരെ കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ നോക്കിയാൽ പലപ്പോഴും സജീവനോട് പറയണമെന്നുണ്ട്, നാശത്തിലേക്കാണ് നിന്റെ പോക്കെന്ന്. ഔട്ട്ഡേറ്റഡ് ആയ ഒരു കഥ, ഔട്ട്ഡേറ്റഡ് ആയ ഒരു സിനിമ, അതാണ് മച്ചാന്റെ മാലാഖ. ഈ വർഷം പല സിനിമകളും തിയേറ്ററിൽ കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ OTTയിൽ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ വരുന്നതൊക്കെ ഇരുന്ന് കാണുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.